ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ കുഞ്ഞുങ്ങളുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്കിൻ നന്നായി തന്നെ കെയർ ചെയ്യേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഏത് സോപ്പ്, പൗഡർ ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് എല്ലാവർക്കുമുള്ള ഡൗട്ടാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മുതിർന്ന ആളുകൾ ഉപയോഗിക്കുന്ന സോപ്പ്, പൗഡർ അതുപോലുള്ള ഒരു പ്രൊഡക്റ്റും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. മുതിർന്നവരുടെ സ്കിന്നിൻ്റെ pHും കുഞ്ഞുങ്ങളുടെ സ്കിന്നിൻ്റെ pHും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൻ്റെ pHന് അനുസരിച്ചുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഉപയോഗിക്കാമൂ. കുഞ്ഞുങ്ങൾക്ക് സോപ്പ് വാങ്ങിക്കുമ്പോൾ സിന്തറ്റ് ബാർ എന്ന് എഴുതിയിരിക്കുന്ന ബേബി സോപ്പാണ് കുറച്ചുകൂടി നല്ലത്. കുഞ്ഞ് ജനിച്ച് പൊക്കിൾക്കൊടി വീണതിന് ശേഷം മാത്രം കുഞ്ഞിനെ കുളിപ്പിച്ച് തുടങ്ങിയാൽ മതിയാകും. അതുവരെ കുഞ്ഞിൻ്റെ ശരീരം തുടച്ചു കൊടുത്താൽ മതി. കുളിപ്പിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കാതെ പെട്ടെന്ന് കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കുക. കുളിപ്പിക്കുന്നതിന് മുൻപ് എണ്ണയൊക്കെ തേച്ച് കുഞ്ഞിനെ വളരെ ചെറിയ രീതിയിൽ മസാജ് ചെയ്യാവുന്നതാണ്. സോപ്പ് ഒരുപാട് പതപ്പിക്കാതെ മൈൽഡായ രീതിയിൽ തേച്ച് കുളിപ്പിക്കുക. ഇളം ചൂടുവെള്ളത്തിൽ വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ. കുഞ്ഞിൻ്റെ കക്ഷം, കഴുത്ത്, ചെവിയുടെ പുറകിൽ, കൈമടക്കിൽ, കാൽമടക്കിൽ ഒക്കെ നന്നായി വൃത്തിയാക്കണം. കുളി കഴിഞ്ഞ് ഇവിടമെല്ലാം നന്നായി ഒപ്പി ഡ്രൈ ആക്കി വെക്കുക. ഈ ഭാഗങ്ങളിൽ വെള്ളം നിൽക്കാതെ നോക്കണം. കുഞ്ഞിനെ തോർത്തുമ്പോൾ ഒരുപാട് അമർത്തി തോർത്താതെ പതിയെ തോർത്താൻ ശ്രദ്ധിക്കുക. കുഞ്ഞിന് ഉപയോഗിക്കുന്ന തോർത്ത ടവലൊക്കെ സെപ്പറേറ്റ് ആയി വെക്കുക. വേറെ ആരും അത് ഉപയോഗിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ് ശരീരം മുഴുവൻ പൗഡർ പൊത്തിവെക്കുന്നത് ഒഴിവാക്കുക. പൗഡർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൺമഷിയൊക്കെ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. എഴുതുകയാണെങ്കിൽ തന്നെ ഒരുപാട് വരച്ചു കൊടുക്കാതെ ചെറിയ രീതിയിൽ പുരികമൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. കണ്ണെഴുതുന്നത് പരമാവധി ഒഴിവാക്കുക. മോയ്സ്ചറൈസിങ് ലോഷൻസ്, ക്രീംസ് ഒക്കെ കുഞ്ഞിന് 1 മാസത്തിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങുന്നതാണ് നല്ലത്. ഡ്രൈ സ്കിൻ ആണ് എങ്കിൽ മോയ്സ്ചറൈസർ ഡെയിലി പുരട്ടി കൊടുക്കാവുന്നതാണ്. കുളിങ് കഴിഞ്ഞതിന് ശേഷം പുരട്ടി കൊടുക്കാം. ലോഷൻസ്, ക്രീമൊക്കെ ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ക്രീം അതുപോലെ തന്നെ ബേബി ലോഷൻസ് ഒക്കെ വാങ്ങാൻ ശ്രദ്ധിക്കണം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് തലയിൽ ഷാമ്പു ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉപയോഗിക്കുകയാണ് എങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ബേബി ഷാമ്പു ഉപയോഗിക്കുക. അത് ആഴ്ചയിൽ 1-2 ദിവസം ഉപയോഗിച്ചാൽ മതിയാകും. കുഞ്ഞിൻ്റെ തലയിലെ ക്രാഡിൽ ക്യാപ്പൊക്കെ പോകാനായി ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാതെ ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കുഞ്ഞിൻ്റെ തുണികളൊക്കെ നന്നായി കഴുകി വെയിലത്തിട്ട് തന്നെ ഉണക്കാൻ ശ്രമിക്കുക. ഡയപ്പർ യൂസ് ചെയ്യുകയാണ് എങ്കിൽ കുഞ്ഞിൻ്റെ ഡയപ്പറൊക്കെ കറക്റ്റായി ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഡയപ്പർ റാഷ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വന്നാൽ തന്നെ ഡോക്ടറെ കണ്ട് ഡയപ്പർ റാഷിനുള്ള ക്രീം പുരട്ടി കൊടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ്, അലർജിയൊക്കെ ഉണ്ടായാൽ അതിൻ്റെ ഉപയോഗം നിർബന്ധമായും നിർത്തുകയും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.